Good morning. Welcome back to Chris Canada. ഇന്ന് ചായനില്ലാതെ ഞാൻ ആദ്യമായിട്ടൊരു അപ്പോയിൻമെൻറ്റിന് സ്വന്തമായിട്ട് പോവുകയാണ്. അപ്പം ഈ 8 മാസമായി ഞാൻ പ്രഗ്നൻ്റ് ആയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ചായനില്ലാതെ ഒരു അപ്പോയിൻമെൻറ്റിന് പോകുന്നത്. പിന്നെ എൻ്റെ കൂടെ ഒരു ഫ്രണ്ട് വരും. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ജസ്റ്റ് ചെറുതായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള രീതിയിലൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. പിന്നെ ഞാൻ മിൻസുവിൻ്റെ കൂടെയാണ് പോകുന്നത്. മിൻസുവിന് പണിയില്ലതേ, അവളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ മിൻസ് വരുന്നത് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നേരെ സുന്ദരി എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ കമ്പാനിയൻ എത്തിയിട്ടുണ്ട്. ഫുള്ള് റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തിട്ടാണ് അല്ലേ വിൻസു? ഇന്നത്തെ എൻ്റെ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റെടുത്തിട്ടാണ്. അതെ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ നിയോ മെഡിക്കൽസിലെത്തി. പോവല്ലേ? അങ്ങനെ ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എൻ്റെ കമ്പനിയിലെത്തി. കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഇന്ന് ശരിക്കും 34 വീക്സ് ആയി ഇപ്പോൾ. അപ്പം എനിക്കിനി ഒരാഴ്ച കൂടി വർക്കൊക്കെ ഉള്ളൂ. എനിക്കിവിടുന്ന് ലെറ്ററൊക്കെ ഓൾറെഡി തന്നു. അപ്പം ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ 8 മാസമായി. അപ്പം കൊച്ച് തിരിഞ്ഞ് താഴേക്ക് തല വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. എനിക്ക് അടുത്ത ഒരു സ്കാനിങ്ങിനുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കൂടി എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആ സ്കാനിങ്ങിന് അവർ നമ്മളെ വിളിക്കും, ഡേറ്റ് തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയ് 9 അടുത്തൊരു അപ്പോയിൻമെൻറ്റിനുള്ള ഇതും കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ സമയമാകുമ്പോഴത്തേനും ചെയ്യാനുണ്ടാവും കൂടെ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കാലമായിട്ട് റെഗുലറായിട്ട് വീഡിയോസൊന്നും ഇടാറില്ലായിരുന്നു. ഇനി മുതലുള്ള ജേണി ഞങ്ങൾക്ക് എന്തായാലും റെഗുലറായിട്ട് ഇടാൻ പറ്റും. കാരണം ഒന്നാമത് ഇവിടെ വിൻ്റർ ആയിരുന്നു. പിന്നെ രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വർക്കിംഗ് ആയതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോ ഒന്നും ഞാൻ ഫിസിക്കലി അത്ര ഇതായിരുന്നില്ല, ഏബിളായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി മുതൽ ഞാൻ കുറച്ച് നാളെ ലീവിലൊക്കെ ആയിരിക്കും. അപ്പം എന്താണെങ്കിലും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും, കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഞാൻ ഹാപ്പിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇന്നിവിടെ പിസ്സ ഫ്രൈഡേ ആണ്. അപ്പം ഇന്ന് പിസ്സ കിട്ടും ഞങ്ങൾക്ക്. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഉച്ചയായി എത്തുമ്പോൾ 12 മണിയായി ഓൾറെഡി. ഇന്ന് ഞങ്ങളുടെ കമ്പനിയിലൊരു കൊച്ചു പോവുകയാണ്. അവൾ 7 കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്, ഞങ്ങളുടെ ഫ്രണ്ട്. അപ്പോൾ അവളുടെ ഒരു ഫെയർവെല്ലും കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ദിവസം. അപ്പോൾ അതൊക്കെ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം ഇതിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ സ്കാൻ ചെയ്തു. ആൾക്കാരൊക്കെ ലിസ്റ്റാണ്. ഞാൻ ഉള്ളിലേക്ക് പോവുകയാണ്. അങ്ങനെ സമയം 5 മണി കഴിഞ്ഞു. ഒരുവിധം എല്ലാവരും തന്നെ പോയി. ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇന്ന് കുറച്ച് പണികൾ ബാക്കി ഉണ്ടായിരുന്നു തീരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്. തീരുമെന്നൊന്നും അറിയത്തില്ല. സ്റ്റിൽ മൈ സിസ്റ്റംസ് ആർ വർക്കിംഗ്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എനിക്ക് ഉച്ചയ്ക്കൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സേഫ്റ്റിയും സെക്യൂരിറ്റി ഇഷ്യൂ ഒക്കെ കാരണം ഞാൻ വീഡിയോ എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷം. കുഴപ്പമില്ലായിരുന്നു. ഇന്നത്തെ ഒരു ദിവസം അടിപൊളിയായിട്ട് പോയി.